ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു വ്യക്തി കരുതിയത് അവരെത്രയൊക്കെ വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ മര്യാദകേട് നിങ്ങളോട് കാണിച്ചാലും നിങ്ങൾ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ അവരുടെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു. നിങ്ങളെ വേദനിപ്പിച്ച ഈ ഒരു വ്യക്തികളിൽ നിന്നും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കും, അല്ലെങ്കിൽ എന്തിനെന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ളതൊക്കെ ചോദിച്ച് എന്നും നിങ്ങൾ അവരുടെ പുറകെ ചെല്ലും എന്നവർ കരുതി. ഈവൻ അവർ സൈലൻ്റ് ആയാലും പോലും, അല്ലെങ്കിൽ അവർ നിങ്ങളെ അവഗണിച്ചാൽ പോലും നിങ്ങൾ ഡെസ്പറേറ്റ്ലി അവരുടെ പുറകെ ഈ ഒരു രീതിയിൽ ചെല്ലുമെന്നെല്ലാം അവർ കരുതിയിരുന്നു. പക്ഷേ ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും അവർക്ക് കൊടുക്കാതെ തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ നിന്നും മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെയും അവഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. യാതൊന്നും തന്നെ അവരോട് പറയാതെ, അല്ലെങ്കിൽ ഇനിയൊരു ചാൻസ് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ. കാരണം നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നൽകിയിരുന്നു, ഒരുപാട് തവണ സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് അവഗണന മാത്രമായിരുന്നിരിക്കണം. എന്നാൽ ഇന്നത്തെ നിങ്ങളുടെ നിശബ്ദത അവരെ വല്ലാണ്ട് ബാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന വാക്കുകളേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു നിശബ്ദത അവരെ ഇന്ന് അലട്ടുന്നുണ്ട്. നിങ്ങളുടെ സത്യസന്ധതയെ, നിങ്ങളുടെ നിഷ്കളങ്കതയെ എല്ലാം തന്നെ പലതവണ ചില വ്യക്തികൾ പരീക്ഷിച്ചിരുന്നതായിട്ട് കാണാം. യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ ഈ വ്യക്തികൾ നിങ്ങളുടെ ബൗണ്ടറീസിൽ പോലും പലതവണ കൈകടത്തിയതായിട്ട് കാണാം. നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ, നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും യാതൊരുവിധ ബൗണ്ടറീസും വെക്കാനായിട്ട് ഈ വ്യക്തികൾ അനുവദിച്ചിരുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ ഒക്കെയും വെച്ച് ഇവർ കളിച്ചു. ഇവർ പൂർണ്ണമായിട്ടും നിങ്ങൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഇവർ മറന്നുപോയി, അല്ലെങ്കിൽ ഇവർ കണ്ടില്ല എന്ന് നടിച്ചു. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണമായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത്. കാരണം നിങ്ങൾക്ക് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്, അല്ലേ? ആ ഒരു പരിധിയേക്കാൾ കൂടുതൽ ഇതിനകം നിങ്ങൾ ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞു. നിങ്ങളോട് തന്നെ പലപ്പോഴും അവരുടെ മോശമായിട്ടുള്ള പ്രവർത്തികളെ, അല്ലെങ്കിൽ അവരുടെ മോശമായിട്ടുള്ള പെരുമാറ്റത്തെ ഒക്കെയും ന്യായീകരിച്ചിരുന്നു. അതായത് അവരങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യമായിരിക്കാം അങ്ങനെ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്നാൽ ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിർത്തി. ഒരിക്കൽ ഒരുപാട് അവസരങ്ങൾ ഈ ഒരു വ്യക്തികൾക്ക് നിങ്ങൾ നൽകിയിരുന്നു, എന്നാൽ ഇനി ഒരു ചാൻസ് കൊടുക്കില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. അതുപോലെ തന്നെ പലപ്പോഴും തകർന്ന ബന്ധങ്ങൾ ഒറ്റയ്ക്ക് നേരെയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ കാരണമല്ലാതെ തകർന്ന ഒന്നിനെയും നേരെയാക്കാനായിട്ട് ഇനി ഞാൻ ശ്രമിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അതുപോലെ തന്നെ യാതൊരുവിധ ഇമോഷണൽ ഡ്രാമാസും കാണിക്കാതെ നിങ്ങൾ അവരിൽ നിന്നും, അല്ലെങ്കിൽ അവരെ പോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ആകാൻ തീരുമാനിച്ചിരുന്നു. നിങ്ങളുടെ എനർജി നിങ്ങൾ കൊടുത്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ നിശബ്ദമായി തന്നെ നിങ്ങളിലേക്ക് തിരികെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായതായിട്ട് കാണാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് വലിയൊരു ഡിസ്റ്റൻസ് ഇമോഷണലി ഫിസിക്കലി ഒക്കെ കൊണ്ടുവന്നതായിട്ട് കാണാം. യാതൊരുവിധ ഇമോഷണൽ സീനും ആ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടില്ല. നിങ്ങൾ നിശബ്ദമായിട്ടാണ് അകലം പാലിച്ചത്. ആ നിശബ്ദത തന്നെയാണ് അവരെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്നതും. അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ ടോക്സിസിറ്റി, ഇതൊക്കെ ഇവർ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ അവർ കരുതിയത് വീണ്ടും നിങ്ങൾ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അടിയുണ്ടാക്കും, എന്നിട്ട് അവരുടെ ഒപ്പം നിൽക്കും. എന്തിനിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവരെ ഉപദേശിച്ച് അവരുടെ കൂടെ നിൽക്കും, എല്ലാം സഹിക്കും എന്നൊക്കെ ആയിരുന്നു. നിങ്ങളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയൊക്കെ, അല്ലെങ്കിൽ ഒരു കരച്ചിലോ ഒരു യാചനയോ ഒക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പഴയതുപോലെ തിരികെ ചെല്ലുമെന്നും അവർ കരുതിയിരുന്നു. എന്നാൽ നിങ്ങൾ തീയിൽ നിന്നും ഉണ്ടായ ഒരു പുകയെപ്പോലെ
അവരിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തത് എന്നേക്കുമായിട്ട്. ഇന്ന് അവർക്ക് ഇമോഷണലി നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലും അടുക്കാൻ സാധിക്കുന്നില്ല, കണക്റ്റ് ആകാൻ സാധിക്കുന്നില്ല. ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്ന ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ഇല്ലാണ്ടായി പോയതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. ആ തിരിച്ചറിവ്, അതായത് നിങ്ങളെ നഷ്ടമായി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നുണ്ട്. അവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം തോന്നുന്നില്ല. കാരണം അവർക്ക് നിങ്ങളിലേക്കുണ്ടായിരുന്ന ആ ഒരു ആക്സസ് പൂർണ്ണമായിട്ടും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ എനർജിയുടെ പ്രസൻസ് അവർക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രസൻസ് ശരിക്കും അവർക്ക് സമാധാനം നൽകുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അഭാവം അവർക്കിന്ന് മനസ്സിലാകുന്നതും. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ ഫിസിക്കലി അവരോടൊപ്പം ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ആകാമുള്ളത്, എന്നാൽ ഇമോഷണലി നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആ തിരിച്ചറിവ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ആദ്യമൊക്കെ അവർ കരുതിയത് ഇത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ട്രിക്ക് ആയിരിക്കുമെന്നായിരുന്നു. അവർ കരുതിയത് ഇത് താൽക്കാലികമായിട്ടുള്ളൊരു അവഗണന ആയിരിക്കും, എവിടെ വരെ പോകും, എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും എന്നൊക്കെയായിരുന്നു. അവർ നിങ്ങളുടെ പുറകെ വരുന്നതിനായിട്ട് നിങ്ങളിങ്ങനെ ഒരു ട്രിക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ചെയ്യുന്നതായിരിക്കാം എന്നുള്ളത് പോലും പലരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം അവരത് അത്രയധികം കാര്യമാക്കിയില്ല. പക്ഷേ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ അവരെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടും അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ നിങ്ങളുടെ എനർജി അവരിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിരുന്നു. അപ്പോഴാണ് യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെ ദയയെ അവർ നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ചിരുന്നു. അവർ കരുതിയിരുന്നത് നിങ്ങളുടെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പല അവസരങ്ങൾ കൊടുത്തത്, അവരെ പിടിച്ചു നിർത്താൻ നോക്കിയത് ഒക്കെ നിങ്ങളുടെ ബലഹീനതയായിട്ടാണ് കണ്ടത്. എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും നിങ്ങൾ എന്നും ക്ഷമിക്കുമെന്ന് അവർ കരുതി. നിങ്ങൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് അവർ ബോധപൂർവം മറന്ന് കളഞ്ഞതായിട്ടാണ് കാണുന്നത്. എന്നെന്നും നിങ്ങൾ ഈ ഒരു ഡിസ്റെസ്പെക്റ്റ് സഹിക്കുമെന്ന് അവർ കരുതി. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ വളരെ വൈകിപ്പോയി. അതായത് നിങ്ങൾ ഒരിക്കലും നിരാശനായിട്ട് ഇരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും മതി, ആരെന്ത് പറഞ്ഞാലും അതൊക്കെ സഹിച്ചു കൂടെ നിൽക്കും എന്നുള്ള തരത്തിൽ നിരാശനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷകളില്ലാത്ത, ആഗ്രഹങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തി ആയിരുന്നില്ല നിങ്ങൾ. മറിച്ച് നിങ്ങൾ സത്യസന്ധനായിരുന്നു, നിങ്ങൾ വളരെയധികം വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടായിരുന്നു നിങ്ങൾ പലതവണ സഹിച്ചതും ക്ഷമിച്ചതും കൂടെ നിന്നതും ആ ബന്ധങ്ങളെയൊക്കെ നിലനിർത്താൻ നോക്കിയതും. അതുപോലെ നിങ്ങൾ വിഡ്ഢിയായിരുന്നില്ല, മറിച്ച് നിങ്ങൾ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ത് വന്നാലും സ്നേഹിക്കുന്നവരെ ഒന്നും കൈവിടാത്ത, ആർക്കും വിട്ടുകൊടുക്കാത്ത അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വ്യക്തിയോടുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നശിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു പോലും നോക്കാതെ നിങ്ങൾ പോകും. കാരണം അത്രയും വിലയുള്ള, സെൽഫ് റെസ്പെക്റ്റുള്ള, അത്രയും നിങ്ങളോട് തന്നെ വിലമതിക്കുന്ന, അത്രയധികം നല്ല സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സാഹചര്യത്തിൽ ചെന്നാലും എല്ലാ വ്യക്തികളെയും എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. അല്ലെങ്കിൽ അങ്ങനെയാണ്, അത് നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായും ഏതൊരു ബന്ധത്തിലും സ്ഥിരത കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടെയുള്ളവർക്ക് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ എനർജിയിലാണ് ഈ ബന്ധത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എടുത്ത എഫേർട്സ് ഒന്നും തന്നെ അവരറിഞ്ഞിരുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ സ്വയം മനസ്സിലാക്കുമെന്ന് നിങ്ങൾ കരുതി. നിങ്ങളുടെ എഫേർട്സ് ഒന്നും തന്നെ നിങ്ങൾ പുറത്ത് കാണിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെ യാതൊരു വിലയുമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കണ്ടത്. നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളെക്കാൾ ബെറ്ററായിട്ടുള്ള പലതും അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും എന്നൊക്കെ അവർ കരുതിയിരുന്നു. എന്നാൽ നിങ്ങൾ അവരെ വിട്ടപ്പോൾ അവരുടെ ആ ഒരു ധാരണ, അതായത് നിങ്ങളെക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടുമെന്നുള്ള അവരുടെ ആ ഒരു അബദ്ധധാരണ തെറ്റായിരുന്നു എന്ന്
അവർക്ക് ബോധ്യമായി. കാരണം അവർക്ക് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ അവരിൽ നിന്നും അകന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് നഷ്ടമായപ്പോൾ മുതൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നതും എല്ലാം, അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാം തന്നെ അവർക്ക് നഷ്ടമാകാൻ തുടങ്ങി. അവർ പ്രതീക്ഷിച്ച ആ ഒരു പരിഗണന പിന്നെ അവർക്ക് എവിടെ നിന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ അവരെ തേടി എത്തിയതുമില്ല. നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ കൂടെ കാണുമെന്ന് അവർ കരുതിയ പല കാര്യങ്ങളും പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ടും അംഗീകാരവും എല്ലാം തന്നെ ലഭിക്കാതെ ആയതോടെ വളരെ ശൂന്യതയാണ് അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് അവരിൽ പല തിരിച്ചറിവുകളും ഉണ്ടായത്. നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം വിലയുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. നിങ്ങളുടെ നിഷ്കളങ്കത, നിങ്ങളുടെ സത്യസന്ധത എല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് വളരെയധികം അപൂർവമായിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി. നിങ്ങളുടെ എനർജി ആയിരുന്നു അവരുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവന്നത്. അതവർ മനസ്സിലാക്കി. പക്ഷേ അവരിൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ഇന്ന് അവർ നിങ്ങളുമൊത്ത് ഉണ്ടാക്കിയ ആ ഒരു പഴയ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. അവരുടെ അശ്രദ്ധ കാരണം അവർ അവഗണിച്ച പല കാര്യങ്ങളെയും കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് കാണിച്ച ആ ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹം അവർ ഓർക്കുന്നുണ്ട്. ആ കാര്യങ്ങളെയെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളെയെല്ലാം തന്നെ വില കുറച്ച് കണ്ടതിനെ ഓർത്തിട്ട് അവർക്കിന്ന് വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ നഷ്ടമായതിനു ശേഷമാണ് യാഥാർത്ഥ്യം അവർക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് അവരുടെ കൂടെ നിൽക്കുന്നവർ ആരും തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി അവരോട് നിൽക്കുന്നതല്ല. എല്ലാവരുടെയും സ്നേഹം ആത്മാർത്ഥമായതല്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കൂടിയവരാണ് എന്നുള്ളത് വളരെ വേദനയോടെയാണെങ്കിലും അവർ ആ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങൾ ഒരുപാട് മാറി. ശരിക്കും നിങ്ങളിൽ ഒരുപാട് മാറ്റം നിങ്ങൾ വരുത്തി എന്ന് പറയുന്നതാകും ശരി. പതിയെ പതിയെ നിങ്ങളുടെ സമാധാനം നിങ്ങൾ തിരികെ പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. മുൻപത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കൽ ബെയർ മിനിമം തന്നാലും ഓക്കെ ആയിരുന്ന നിങ്ങൾ ഇന്ന് അങ്ങനെയുള്ള ഒന്നിലും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അല്ലെങ്കിൽ ഇത് മതി, ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആകാം, ഇതിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള ചിന്തകൾ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ആ ചിന്തകളെ എല്ലാം തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. കാരണം നിങ്ങളും ഈക്വലായിട്ട് എല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്, എല്ലാം അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിക്ക് നിങ്ങൾ കൂടുതൽ വില നൽകാൻ തുടങ്ങി. നിങ്ങളുടെ ഇമോഷൻസ് കൂടുതൽ ലൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. കാരണം ഒരിക്കൽ നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം ഹെവി ആയിരുന്നു. ഇന്ന് അത് വളരെ ശാന്തമായിട്ടാണ് കാണുന്നത്. ഈ ഒരു അകലം, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ആദ്യമൊക്കെ നിങ്ങളെയും വളരെയധികം വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ആ രീതിയിൽ തുടർന്നാൽ ഇതിനേക്കാൾ വേദനിക്കുമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നിങ്ങളെ കാണുമ്പോൾ പലർക്കും അത്ഭുതമാണ് ആദ്യം തോന്നുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ആരോടുമുള്ള പ്രതികാരമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ നിലനിൽപ്പിനും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനും വേണ്ടിയിട്ട് നിങ്ങളെടുത്ത തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾക്കായിട്ട് ചെയ്ത ഒരു കാര്യമായിരിക്കും ഇത്. കാരണം ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ ഒരിക്കലും മാറില്ല, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക പോലുമില്ല എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അതായത് ചില വ്യക്തികൾക്ക് സ്വന്തം കണ്ണിൻ്റെ വില പോലും മനസ്സിലാകുന്നത് ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴായിരിക്കും. ആ രീതിയിലുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് ചില പാഠങ്ങൾ പഠിക്കുന്നതിനായിട്ട് അവർക്ക് നിങ്ങളുടെ ഈ ഒരു അവഗണന ആവശ്യമായിരുന്നു. അവരുടെ ജീവിതത്തിലെ ചില വലിയ പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഡിവൈൻ നിങ്ങളെ ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ തിരിച്ചറിവ് നിങ്ങളുടെയും മൈൻഡ് സെറ്റ് മാറ്റിയതായിട്ട് കാണാം. ഇപ്പോൾ ഒരിക്കലും നിങ്ങളെ വില കുറച്ച് കണ്ട അതേ വ്യക്തികൾ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളിൽ നിന്നും ഒരു ഉത്തരം ലഭിക്കാനായിട്ട് അവർ കാത്തു നിൽക്കുന്നതായിട്ട് കാണാം. അവർക്കൊരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങളുടെ എനർജിയുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ ആ ഒരു പഴയ പതിപ്പുമായിട്ട് വീണ്ടും കണക്റ്റ് ആകാനായിട്ട്,
അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിന്ന് അതേ പഴയ വ്യക്തിയല്ല. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും എങ്ങനെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സമാധാനത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു അഭാവം അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു അഭാവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ മനസ്സിലാക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അഭാവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് ഇന്ന് അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുമുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആയിരുന്നില്ല ഈ ഒരു അകലം പാലിച്ചത്. നിങ്ങൾ അത് ചെയ്തത് നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം നിങ്ങളുടെ സോള് പോലും തളർന്നു പോയിരുന്നു. അവരുടെ ഡിസ്റെസ്പെക്റ്റ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവഗണന, നിങ്ങളെ അവഗണിച്ചത്, നിങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്തത്, ഇവയെല്ലാം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തി കളഞ്ഞിരുന്നു. നിങ്ങളിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ഇത് കാരണമായി. മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് ലവ് കാരണം എടുത്തതാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഈ വ്യക്തികൾക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നുണ്ട്. ചില പാഠങ്ങൾ ചില വ്യക്തികൾ പഠിക്കുന്നത് ചിലത് നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.